പ്രസവരക്ഷയുടെ സമയത്ത് മുഖ സൗന്ദര്യവും ശരീരത്തിന്റെ സൗന്ദര്യവും കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഫേസ് കെയറിന്റെ കാര്യം പറയാം. ഫേസിൽ മെയിൻ ആയിട്ട് പ്രസവരക്ഷ സമയത്ത് ഫേസ് പാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഞവര അരി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ്. ഞവര അരി പൊടിച്ചതോ അല്ലെങ്കിൽ ഞവര അരി പാലിൽ ഡയറക്റ്റ് കുക്ക് ചെയ്തോ നമുക്ക് എടുക്കാം. പൊടിയാണെങ്കിൽ പാലും ചേർത്ത് കുറുക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറുന്തോട്ടിയുടെ വേര് ചതച്ചിട്ട വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതും കൂടി ചേർത്ത് ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നെ പലതരത്തിലുള്ള ഫേസ് പാക്ക് പൗഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഹെർബസെൻസിൽ ഒരു ഫേസ് പാക്ക് പൗഡർ ഉണ്ട്, അതും വളരെ നല്ലതാണ്. അതിനകത്ത് മഞ്ചിഷ്ട, ഇരട്ടി മധുരം, കസ്തൂരി മഞ്ഞൾ, റോസാപ്പൂവിന്റെ ഇതളുകൾ, ഓറഞ്ചിന്റെ തൊലി, അങ്ങനെ കുറെ ഐറ്റംസ് ഉണക്കി പൊടിച്ചതാണ്. അതും ഈ പാടുകളൊക്കെ മാറി സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാനും ഗ്ലോ വരാനൊക്കെ നല്ലതാണ്. പിന്നെ ഫേസിൽ കുങ്കുമാതി തൈലം യൂസ് ചെയ്യുന്നവരുണ്ട്, പച്ചമഞ്ഞൾ അരച്ച് തേക്കുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും ഇതൊക്കെ ചേരുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് റെഗുലർ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡി പെയിൻ മാറാനുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, തൈലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ കൂടെ തന്നെ പല തരത്തിലുള്ള എണ്ണകളും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഈ വേദവെള്ളം പിടിക്കുന്നതിന് മുന്നേ ആയിട്ട് ധന്വന്തരം കുഴമ്പ് അത് ബോഡി ഫുള്ള് മസാജ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ബോഡിയിലുള്ള പലതരത്തിലുള്ള പിഗ്മെന്റേഷൻ, ഈ സ്ട്രെച്ച് മാർക്സ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടും സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നാൽപ്പാമരാതിയും ഏലാതി കേരതൈലം ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. നാൽപ്പാമരാതിയും ദിനേശ് ഏലാതി വെളിച്ചെണ്ണയും ചേർത്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചിലര് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് പച്ചമഞ്ഞൾ നന്നായിട്ട് അരച്ച് അതുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ബോഡി ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ബദാം ഓയിലും നമുക്ക് ബോഡി മസാജ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ മാക്സിമം സോപ്പൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ സമയത്ത്. അതിന് പകരം നമ്മൾ പയറുപൊടി, കടലമാവ് അങ്ങനത്തെ പോലത്തെ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതിനൊരു നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ചെയ്യാനും പാടുകളൊക്കെ മാറാനും സ്ട്രെച്ച് മാർക്ക് ഒക്കെ കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബാത്ത് പൗഡർ ഉണ്ട്. അതിനകത്ത് ചെറുപയറിന്റെ പൊടി, കടലമാവ്, കസ്തൂരി മഞ്ഞൾപ്പൊടി, മഞ്ചിഷ്ട, ഇരട്ടി മധുരം, രാമച്ചം, റോസാപ്പൂവിന്റെ ഇതളുകൾ, അങ്ങനെ കുറെ ഐറ്റംസ് ചേർന്നിട്ടുള്ളതാണ്. ഹെർബസെൻസിന്റെ ഹെർബൽ ബാത്ത് പൗഡറും ഇത് തന്നെയാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇഞ്ച തേച്ചിട്ട് കുളിക്കുന്നതും നല്ലതാണ്. പിന്നെ വേദവെള്ളം നമ്മൾ മഞ്ഞളൊക്കെ ചതച്ചിട്ടിട്ടാണല്ലോ തിളപ്പിക്കുന്നത്. അപ്പൊ അതിനകത്തും ഒരുപാട് ഇലകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നും നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ടുള്ള അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നും പിടിക്കുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഗുണം കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട്, അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ, ബോഡി കെയർ ഇതൊക്കെയാണ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം. നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം കെയറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും വേണം, മറ്റ് വീഡിയോസ് കാണുകയും വേണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.